കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് നേരം കുറെ ആകുമല്ലോ. വലിയ കഷ്ടം തന്നെയാണ്. ഗുഡ് മോർണിംഗ്. മോൾ ഇന്ന് പള്ളി പോയില്ലേ? ഞങ്ങൾക്ക് ഇന്ന് മറ്റൊരു പരിപാടിയുണ്ട്. ഞങ്ങൾക്കോ? എനിക്കും ബെന്നിക്കും. ബെന്നി, ഡാഡി എന്ത് ചെയ്യുന്നു? മമ്മി പള്ളിയിൽ പോയതൊക്കെ നോക്കി ഡ്രിങ്കിങ്. പോകാം ബെന്നി. ഓക്കെ, ഞാൻ റെഡി. അങ്കിൾ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. നോ, യു ആർ നോട്ട് എ ഗസ്റ്റ് മൈ ഡിയർ. എന്നാലും മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും. ഒന്നിന് വേഗം വരുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. നേരെ പിടിക്കേ. ഓ, അപ്പഴേ പറഞ്ഞു എന്റെ മുഖത്ത് നോക്കി ചവിട്ടിരുന്നു. ഞാൻ നേരെ നോക്കിയാ കേറ. പിടിച്ചോണ്ടേ, ശരിക്കും പിടിക്കണേ. നേരെ. ചവിട്ട്. Oh my God! Sorry. Please excuse me. മാത്സ് വാക്ക് ചെയ്യുന്ന വഴിയിലാണോ സൈക്കിൾ ലേണിംഗ്? നീ ഒരു ഗേളായതുകൊണ്ട് നിന്നെ ഷൂട്ട് ചെയ്യുന്നില്ല. അറിയാതെ പറ്റിപ്പോയതാ സായിപ്പങ്ങളെ, ക്ഷമിക്കണം. ഓഹോ, നീ ഉണ്ടായിരുന്നു. ഐ സി. ഗോമിസൺ എല്ലാ കാര്യങ്ങളും ടെൽ ഹിം. ഇതിരിക്കട്ടെ. താങ്ക് യു. പിന്നെ അങ്കിളിനെ ഡാഡി തിരക്കും. പറ്റു ഹണ്ടിങ്. വാട്ട്? ആ പൂവൻകോഴിയുമായിട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് കം അഗൈൻ. യേശു ക്രിസ്തു വരുന്നു. മകൾ യേശു വരുന്നു, യേശു വരുന്നു. മൈ ഡിയർ കല്യാണി, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. നീ എന്താ കണ്ടിട്ട് നെവർ മൈൻഡ് ആയിട്ട് പാസ് ചെയ്യുന്നത്? ഞാനിന്ന് രാവിലെ ശരിക്ക് വിട്ടിട്ടുണ്ടല്ലോ. 1 സൈക്കിൾ മുട്ടി 2 റുപ്പീസ് കിട്ടി, അതിന് തോടി തട്ടി. തന്റെ ഈ മുറി ഇംഗ്ലീഷ് ഒന്നും എനിക്ക് കേൾക്കണ്ടോ. ഡിയർ കല്യാണി, എത്ര നാളായിട്ട് നിന്നെ ഞാൻ ലവ് ചെയ്യുന്നു, എന്നിട്ട് നിനക്ക് ഇങ്ങോട്ടൊരു ലവ് ഇല്ലല്ലോ. 10 പൈസക്ക് പോക്കില്ലാത്ത തന്നെ എനിക്കെന്തിനാ? 2 കോഴീസിന് ഞാൻ എവിടുന്നെങ്കിലും കാച്ച് ചെയ്ത് തരാം. തന്റെ പറഞ്ഞാലുണ്ടല്ലോ. നോ നോ, യു ആർ നോട്ട് പോസ്റ്റ്യൂട്ട്. ബട്ട് ഇന്നത്തേക്ക് നീ എന്നെ നിന്റെ ഒരു ഹസ്ബൻഡ് ആക്കണം. പളി കല്യാണത്തെ തനിക്ക് ശരിക്കറിയില്ല. എന്റെ സ്വഭാവം മാറിയാലുണ്ടല്ലോ ഞാൻ ആള് മഹാപേശ. കോഴിക്ക് വേണ്ട, ചോക്ക് പണയം വെച്ചെങ്കിലും ഒരു 5 മണീസ് ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് വരട്ടെ. മഗ്ദലന മറിയമേ, നിനക്ക് വേണ്ടി ജീസസ് ക്രൈസ്റ്റ് കമ്മിങ് അഗൈൻ. അയ്യോ, വേണ്ട ബെന്നി, ആരെങ്കിലും കാണും പ്ലീസ്. നോ ബെന്നി, ഇത് തെറ്റാണ്. ലവ്ലി, വരൂ, നമുക്ക് ആ വള്ളത്തിന്റെ മറവിലേക്ക് പോകാം പ്ലീസ്. നോ ബെന്നി, വേണ്ട. ഇതിനപ്പുറം നമ്മൾ കടന്നുകൂടാ. നമ്മൾ വിവാഹത്തിനകം പോലെ. ഞാൻ എന്റെ ബെന്നിയുടേതാണ്. പിന്നെന്തിനു നീ എന്നെ അനുസരിക്കാൻ മടി കാണിക്കുന്നു? എല്ലാ പരിശുദ്ധികളോടും കൂടി ആദ്യ രാത്രിയിൽ എന്നെ ബെന്നിയെ ഏൽപ്പിക്കാൻ അനുവദിക്കൂ ബെന്നി, പ്ലീസ് പ്ലീസ്. I am fed up with your sentiments. ബെന്നി, എന്നോട് പിണങ്ങിയോ?
ബെന്നി, നീ എന്റേതാണ്, എന്റേത് മാത്രം. ബെന്നി, മതി ഓടിച്ചത്. നിങ്ങൾ കുടിച്ച് ഓവറായിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പാർട്ടിക്ക് പോയാൽ ഡാഡി എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഇവള് പറയുന്നത് കേട്ട് ബോൾ വിശ്വസിച്ചു. ഡിഡ് യു? നിങ്ങൾ ഓടിക്കണ്ട. ഇനഫ്. ഡാഡി, ഞാൻ ഓടിക്കാം. ഇനഫ്. ഐ എം ഫുള്ളി കോൺഷ്യസ്. ഐ വിൽ ഡ്രൈവ്. Darling. മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ദയാപരനായ കർത്താവേ, ആത്മാനുഭൂതായിരിക്കണമേ. ആമേൻ. ഡാഡി, 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 ലവ്ലി, ലവ്ലി, കരഞ്ഞാൽ ഡാഡിയുടെ കാല് തിരിച്ചു കിട്ടുമോ? മരിച്ചുപോയ മമ്മി തിരിച്ചു വരുമോ? ഡാഡിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. എത്തിക്ക് സംസാരിക്കാൻ വയ്യാതായി. നീ ഇങ്ങനെ തുടങ്ങിയാൽ അവരെ ആരെ ആശ്വസിപ്പിക്കുന്നത്? എല്ലാം തകർന്നു ബെന്നി. ഇനി ഞങ്ങൾ എന്തിനു ജീവിക്കണം? വിധിച്ചതൊക്കെ അനുഭവിച്ചേ തീരൂ. നീ എഡിയുടെ അടുത്തേക്കല്ലേ, എന്തെങ്കിലും പറഞ്ഞവനെ സമാധാനിപ്പിക്കും. ലവ്ലി, പ്ലീസ് ചെല്ലൂ. എഡി, നമ്മുടെ മമ്മി പോയി. മമ്മി, ഡാഡി ഇതുവരെ വന്നില്ലേ? ഇല്ല മോനെ, വരേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി ഫെഡറിക് അങ്കിളിനെ കാണാൻ ആസ്പത്രിയിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എന്താണെന്ന് അറിഞ്ഞില്ല കേട്ടോ. മനസ്സിന് വല്ലാത്തൊരു ഭീതി. രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു. 5-6 ബോട്ടുകൾ മുങ്ങിയെന്നും കേട്ടു. ഡാഡി ഇങ്ങ് എത്തിയെന്നറിയാനാ ഞാനിപ്പോ വന്നത്. ഞാൻ പോയി നോക്കിട്ട് വരാം. കർത്താവേ, ഒരാപത്തും വരുത്തരുതേ. ബോട്ട് പോയെങ്കിൽ പോട്ടെ. ഡോണ്ട് വറി, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലോ. ബോട്ട് മുങ്ങിയ വിവരം
ഈ അവസ്ഥയിൽ അങ്ങയെ അറിയിക്കരുതെന്നാണ് ആദ്യം വിചാരിച്ചത്. ഐ ഹാവ് ലോസ്റ്റ് ഐറീൻ. അവളെന്റെ എല്ലാമായിരുന്നു. എഡ്ഡി ഈ നിലയിലായി. വേദന താങ്ങാനുള്ള കരുത്ത് ഇന്നെനിക്കുണ്ട്. അങ്ങ് വിഷമിക്കരുത്. കർത്താവ് കരുണയുള്ളവനാണ്. ആര് പറഞ്ഞു എനിക്ക് ദുഃഖമുണ്ടെന്ന്? ലീവ് ഇറ്റ്. ഗോമസിന്റെ അടുത്ത പരിപാടി എന്താ? ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. യു ആർ എൻ എക്സലന്റ് ബോട്ട് ഡ്രൈവർ ഗോമസ്. അതിനേക്കാളേറെ ഒരു നല്ല മനുഷ്യൻ. ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി തരും. എനിബഡി. സാർ, 1000 ദ്വാരങ്ങൾ വീണ ഒരു ബോട്ടാണ് ഞാൻ. മൈ ബോട്ട് ഈസ് ഡ്രൗണിംഗ്. താഴുകയാണ്. ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. Nobody can. സേവ് യുവർസെൽഫ്. സ്വയം രക്ഷപ്പെടാൻ നോക്കൂ.